ഗൈസ്, അപ്പം നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അലത്താം. അതിനായിട്ട് നമ്മൾ ഇത് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് അടുത്തതായി ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അമ്മ. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന വരെ നമുക്ക് ചൂടെ തന്നെ വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി കടുകിടാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് പൊട്ടിത്തെറിച്ച ശേഷം നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. മാറിട്ടോട്ടാ. ഇനി നമ്മൾ അരിഞ്ഞിട്ട സവാളയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വടിച്ച് കൂട്ടിട്ട് കൊടുക്കണേ. ഈ നൈസായിട്ട് അങ്ങോട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഈ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള മൂത്ത് വരുമ്പോ നമുക്ക് ചതച്ച മുളകും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചതച്ച മുളകും മഞ്ഞപ്പൊടിയും അതിന് ശേഷം ഇടാം. അല്ലെങ്കിൽ നന്നാക്കി വെച്ച ചെമ്മീൻ വേവില്ല. ചെമ്മീൻ ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമുക്കിത് ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പൊക്കെ മതി. കൂടി ഇട്ടത് നമുക്കിത് ഒന്നും കൂടി ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കാം. ഇനി ഇത്തിരി നേരത്തേക്ക് നമുക്കിത് അടച്ചു വെക്കാം. അടച്ച ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതാണ് പരുവം. ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം. ഇനി നമുക്ക് ഒന്നും കൂടി അടച്ചു വെക്കാം. നമ്മൾ ഇത് ഇടക്കിടക്ക് വന്ന് ഇളക്കി നോക്കണം കേട്ടോ. അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ചതച്ചമുളകൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ.